afternoon. Good afternoon. Good afternoon. Okay. Please എല്ലാവരും ഇതൊക്കെ വായിച്ചു നോക്കുന്നുണ്ടോ നിങ്ങള്? വായിക്കുന്നുണ്ട്. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ്, അതുപോലെ തന്നെ അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലെ? ആണോ? എന്തായിരുന്നു കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞാല്? എന്തായിരുന്നു? കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തായിരുന്നു മീനിങ്? ഓർമ്മയുണ്ടോ? കളക്റ്റീവ് ആണ്. ഓക്കെ, ടൈമാണ്. ഓക്കെ, ഇതാണ് എന്താ കളക്റ്റീവ് എന്ന് പറഞ്ഞത് അല്ലെ? ഒരു കൂട്ടായിട്ടുള്ള എന്താണ് അർത്ഥം അല്ലെ? ഓക്കെ. ഇനി ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ബാർഗെയിനിങ് ചർച്ച. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തുന്നത്. അതിന് വേണ്ടിയിട്ടായിരിക്കും എംപ്ലോയീസിന് വേണ്ടിയിട്ട്. വെരി ഗുഡ്. ഓക്കെ, ഇനി കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ ഒരു പ്രഥമമായിട്ടുള്ള ലക്ഷ്യം എന്തായിരിക്കും? കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രഥമമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തായിരിക്കാം? ആയിരിക്കാം കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ ലക്ഷ്യങ്ങൾ. എന്താണ്? തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അല്ലെ? അവരെ അവർക്ക് അംഗീകാരം കൊടുക്കുക, അതുപോലെ തന്നെ എന്താണ് തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഗുണം ചെയ്യുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ അല്ലെ? രണ്ടുപേരെയും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് ഒരു ഓർഗനൈസേഷന് സക്സസ് ഉണ്ടാവുന്നത് അല്ലെ? അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടുപേരെയും, തൊഴിലുടമയെയും തൊഴിലാളികളെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാം, അവർക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാം. അതുപോലെ തന്നെ ജനാധിപത്യ രീതിയിൽ, അതാണ് ജനാധിപത്യ രീതി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഈക്വൽ ആയിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെയാണ് ജനാധിപത്യ രീതിയിലുള്ള തീരുമാനങ്ങൾ രണ്ടുപേരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഒബ്ജക്റ്റീവ്സ് നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻസ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് ബാർഗെയിനിങ്, കളക്റ്റീവ് ബാർഗെയിനിങ്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്. Importance of collective bargaining is as follows. First one എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ലേ? എത്ര വരെ നമ്മൾ എടുത്ത് നിർത്തിയത്? ഞാൻ കംപ്ലീറ്റ് ആയി വിചാരിച്ചിട്ടാണ് കേട്ടോ. എത്ര വരെ നമ്മൾ എടുത്ത് നിർത്തി? ഡൈനാമിക് വരെ പറഞ്ഞിട്ടുള്ളൂ അല്ലെ? 1 മിനിറ്റ്.
രണ്ടുപേരും പറഞ്ഞിട്ടുള്ളൂ അല്ലെ. ഒബ്ജക്റ്റീവ്സ് പറയണം അല്ലെ. ഒബ്ജക്റ്റീവ്സും അത് കഴിഞ്ഞിട്ടാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മള് ഫീച്ചേഴ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? കളക്റ്റീവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് ഈക്വൽ ബാർഗെയിനിങ് സ്ട്രെങ്സ്, ഫ്ലെക്സിബിള്, വോളണ്ടറി ആൻഡ് കണ്ടിന്യൂസ്, ഡൈനാമിക്. ഇത്ര വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത്. ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ഇനി സെവൻത് വൺ ആണ് എന്ത്? പവർ റിലേഷൻഷിപ്പ്. ഓക്കെ, the workers and the management share a relationship in which both want to extract a maximum from each other by offering the least. However, the consensus only be reached when they draw back from their positions and accept less than their demands and give more than what is offered initially. This helps management to hold on to its power and control on workplace matter. The unions also apply this policy to strengthen their hold over workers and retain the powers. എന്താണ് പവർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല്? എന്താ വായിച്ചപ്പോ മനസ്സിലായത്? പവർ ഉണ്ടായിരിക്കണം അല്ലെ. എന്താണ്? മാനേജ്മെന്റ് അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളും തമ്മില് പരസ്പരം ചർച്ച ചെയ്ത് ഒത്തുതീർപ്പാക്കാനായിട്ട് അല്ലെ. അവരുടെ ചർച്ചകൾ നമ്മൾ എന്ത് ചെയ്യാ? അവരുടെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പരസ്പരം ചർച്ച ചെയ്ത് ഒത്തുതീർപ്പാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ രണ്ട് പക്ഷങ്ങളും ചേർന്ന് നിന്നുകൊണ്ട് കുറച്ചിപ്പോ വിട്ടുവീഴ്ച. ഇപ്പൊ എന്താണ്, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് രണ്ട് കൈയും കൊട്ടി അടിച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഇല്ലേ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ നമ്മളുടെ അമ്മയൊക്കെ പറയാറുണ്ട് അല്ലെ. ഇപ്പൊ രണ്ട് എന്താ പറയാ മക്കളുണ്ടെങ്കിൽ അവർ രണ്ടാളും തല്ലി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഒരാൾക്ക് മിണ്ടാതിരുന്നൂടെ, അല്ലെങ്കിൽ ഒരാൾക്ക് മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ മൂത്തതല്ലേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇല്ലേ. അപ്പൊ എന്താണ്, രണ്ടാളും കൂടി തമ്മില് വഴക്കടിച്ചാൽ മാത്രമാണ് അവിടെ സൗണ്ട് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരാള് എന്തെങ്കിലും പറയുമ്പോ മറ്റൊരാളും മിണ്ടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ അത് സോൾവ് ആയി പോവാനായിട്ട്, പ്രശ്നം വഷളാവാതെ സോൾവ് ആയി പോവാനായിട്ട് സാധിക്കും അല്ലെ. അതുപോലെ തന്നെയാണ് ഇപ്പൊ രണ്ട് ആളുകളും അവിടെ ആരൊക്കെയുണ്ട്? വർക്കേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ് ഉണ്ട് അല്ലെ. മാനേജ്മെന്റിനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കേഴ്സ് അത് എന്താണ് മനസ്സിലാക്കി അവരുടെ ഒപ്പം നമ്മൾ നിൽക്കണം. അതുപോലെ തന്നെ ഇപ്പൊ വർക്കേഴ്സ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് പ്രശ്നം എന്നുള്ളത് അവരോട് ചോദിച്ച് മനസ്സിലാക്കി ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, ഇതിനെങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും എന്നുള്ളത് എന്താണ് മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങളാണ് അല്ലെ. പക്ഷെ എന്താണ്, അത് മാനേജ്മെന്റിന് ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മാനേജ്മെന്റിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇതായിരിക്കരുത്. അവരെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് വർക്കേഴ്സിനെയും നമ്മളുടെ ഓർഗനൈസേഷന് ഒരു സക്സസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വർക്കേഴ്സ് ആണ്, നമ്മളുടെ ഒപ്പം നിൽക്കുന്ന വർക്കേഴ്സ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ സിറ്റുവേഷൻ എന്താണ് മനസ്സിലാക്കി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഈ രണ്ട് പക്ഷങ്ങളും, അതായത് വർക്കേഴ്സ് ആയാലും മാനേജ്മെന്റിനായാലും എന്തൊരു ബുദ്ധിമുട്ടുകൾ വന്നാലും രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട് വർക്കേഴ്സിനാണ് പ്രശ്നങ്ങൾ വരുന്നതെങ്കിൽ മാനേജ്മെന്റ് അത് നോക്കുക, നല്ല രീതിയിൽ കൊണ്ടുപോവുക, സൊല്യൂഷൻ കണ്ടെത്തുക അല്ലെ. ഇപ്പൊ മാനേജ്മെന്റിനാണ് പ്രശ്നങ്ങൾ വരുന്നതെങ്കിൽ വർക്കേഴ്സ് അവരുടെ ഒപ്പം നിന്നുകൊണ്ട് അത് ഏറ്റെടുക്കാനായിട്ടായാലും അതിന്റെ പരിഹാരം കാണാനായിട്ടായാലും തയ്യാറാവണം അല്ലെ. രണ്ടുപേരും പരസ്പരം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാല് പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട്
സാധിക്കണം. അപ്പൊ അതാണ് അവിടെ പറയുന്നത് പവർ റിലേഷൻഷിപ്പ്. അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിൽ ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വർക്കേഴ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അവരോടൊപ്പം മാനേജ്മെന്റ് നിൽക്കും അല്ലെ. അതുപോലെ തന്നെ മാനേജ്മെന്റ് അവർ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും വർക്കേഴ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് മാനേജ്മെന്റ് അവരുടെ കൂടെ നിൽക്കും, ഒപ്പം ഉണ്ടാക്കും അല്ലെ. എന്തെങ്കിലും പരസ്പരം വിട്ടുവീഴ്ചകൾ രണ്ടുപേരും തമ്മില് ഇപ്പോ ചിലയിടത്തുണ്ട് ഒരാളെ മൈൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരാളെ പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തത്. അപ്പൊ എന്താണ് അവിടെ കൂടുതൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളോട് പറയുന്നത് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. അതാണ് പവർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് റെപ്രസെന്റേഷൻ. നോക്കാം എന്താണ് റെപ്രസെന്റേഷൻ എന്നുള്ളത്. റെപ്രസെന്റേഷൻ ഈസ് എ കളക്റ്റീവ് ബാർഗൈനിങ്. In collective bargaining, the main participants do not represent themselves. They represent the claim of the workers and management when negotiating. Collective bargaining requires that the representative of unions deal directly with the employers. The unions are authorized by to bargain with the employers on work-related factors. Representation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവരുടെ യൂണിയൻ പ്രതിനിധികൾ ഉണ്ടാവും അല്ലെ. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കൂട്ടായ്മ അല്ലെ, ഒരു യൂണിയൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ യൂണിയൻ നമ്മൾ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. അവര് എങ്ങനെയാണ് ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്? ഇലക്ട് ചെയ്തുകൊണ്ടാണ് അല്ലെ. അപ്പൊ ലീഡേഴ്സിനെ യൂണിയൻ ലീഡേഴ്സ് ഉണ്ടാവും അല്ലെ. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സഹായിക്കുന്നതാണ് നേതാക്കൾ, യൂണിയൻ നേതാക്കൾ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പോ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവരുടെ യൂണിയൻ പ്രതിനിധികളും അതുപോലെ തൊഴിലുടമകൾക്ക് വേണ്ടി മാനേജ്മെന്റ് പ്രതിനിധികളും ചർച്ച നടത്തുന്നുണ്ട്. ഓക്കെ, ഓർഗനൈസേഷന് വേണ്ടിയിട്ട് മാനേജ്മെന്റിന്റെ പ്രതിനിധികളായാലും അതുപോലെ തന്നെ എന്താണ് യൂണിയൻ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അല്ല, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ യൂണിയൻ ഏതാണോ അതിലെ പ്രതിനിധികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ രണ്ടുപേരും തമ്മിൽ ചർച്ചകൾ നടത്തുന്നു. ഇനി അവർ സ്വന്തം അഭിപ്രായമല്ല അല്ലെ, അവർക്ക് എന്താണ് സ്വന്തം അഭിപ്രായമല്ല, തങ്ങളെ പ്രതിനിധീകരിക്കുന്നവരുടെ അഭിപ്രായമാണ് അവതരിപ്പിക്കുന്നത് ഇല്ലേ. ഇപ്പൊ ഞാൻ പോയിട്ട് ചർച്ചയ്ക്ക് ഇരിക്കുമ്പോ എന്താണ് എന്റെ സ്വന്തം അഭിപ്രായമല്ല, ഞാൻ എന്താ പറയുന്നത്, എന്നെ വിശ്വസിച്ച് അയച്ചിരിക്കുന്ന ലെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നവരുണ്ടല്ലേ, ആരാണ്, എംപ്ലോയീസ് ആണ്. അവരുടെ അഭിപ്രായങ്ങൾ എന്താണോ, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ എന്താണോ, അവരുടെ നീഡ്സ് വാണ്ട്സ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ചർച്ച നടത്തണം. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അവരുടെ അഭിപ്രായങ്ങള് നമ്മളുടെ സ്വന്തം അഭിപ്രായങ്ങളല്ല, എന്താണ് എംപ്ലോയീസിന്റെ അഭിപ്രായം എന്താണോ, അവരുടെ ആവശ്യങ്ങൾ എന്താണോ അതറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് വേണം ഞാൻ ചർച്ചകൾ നടത്താനായിട്ട്. അപ്പൊ രണ്ടുപേരുടെയും ഇപ്പോ മാനേജ്മെന്റിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അവിടുത്തെ പ്രതിനിധികൾ വന്നിരിക്കുന്നത്. അപ്പൊ ആ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് എന്താണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് രണ്ടുപേരും ഒത്തിണങ്ങി പോകുന്ന രീതിയിലുള്ള ഡിസിഷൻസ് വേണം എടുക്കാനായിട്ട്. ഇനി നെക്സ്റ്റ് ആണ് റെപ്രസെന്റേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് രണ്ട് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. രണ്ട് പോയിന്റ് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് എടുക്കാം.
വായിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് എടുക്കാം കേട്ടോ. നെക്സ്റ്റ് bipartite process. Collective bargaining is a bipartite process. That is, there is no interference of any third party. All the decisions are taken by employers and employees by negotiating face to face with each other. എന്താണ് ബൈപാർട്ടി പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് രണ്ട് കക്ഷികളുടെ പ്രക്രിയ. അതായത് എന്താണെന്ന് വെച്ചാൽ ഈ കളക്റ്റീവ് ബാർഗെയിനിങ്ങില് തൊഴിലാളി പ്രതിനിധികളും തൊഴിലുടമയും മാത്രമാണ് പങ്കെടുക്കുന്നത്, അല്ലെ? കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുമ്പോൾ വേറെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അവരുടെ എല്ലാവരും കൂടി വന്ന് ചർച്ചയ്ക്ക് ഇരിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മാനേജ്മെന്റിലെ മെമ്പേഴ്സ്, അല്ലെ? അപ്പൊ മാനേജ്മെന്റിന്റെ പ്രതിനിധികളായാലും അതുപോലെ തന്നെ ഈ യൂണിയനിലെ നമ്മൾ ഇലക്ട് ചെയ്തെടുത്ത നേതാക്കളുമാണ് എന്ത് ചെയ്യുന്നത്? ബാർഗെയിനിങ്ങിന് വേണ്ടി വരുന്നത്, അല്ലെ? ഓക്കെ. അപ്പൊ അവര് മാത്രമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. മൂന്നാമത് ഒരാളെ ഇടപെടുത്താനായിട്ട് അല്ലെങ്കിൽ ഇടപെടല് സാധാരണയായിട്ട് ഉണ്ടാക്കാറില്ല, അല്ലെ? മൂന്നാമത് ആള് വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടുപേര് മാത്രമാണ് പങ്കെടുക്കുന്നത്. ആരൊക്കെയാണ്? മാനേജ്മെന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ യൂണിയൻ പ്രതിനിധികളും ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ബൈപാർട്ടൈറ്റ് പ്രോസസ്. രണ്ട് എന്നാണ് അവിടെ മീനിങ് ചെയ്യുന്നത്. അവിടെ മീനിങ് ചെയ്ത് രണ്ടെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബൈപാർട്ടൈറ്റ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാളുകൾ തമ്മിലുള്ള ചർച്ചകളാണ്, അല്ലെ? എന്തൊക്കെയാണ്? ആരൊക്കെയാണ് അവിടെ പറയുന്നത്? യൂണിയനിലെ പ്രതിനിധികളും അതുപോലെ തന്നെ മാനേജ്മെന്റ്. ഇനി റൂൾ മേക്കിംഗ്. റൂൾ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? റൂൾ മേക്കിംഗ് ദാറ്റ് ഈസ് reaching an agreement by specifying rules pertaining to employment relationship is the purpose of a collective bargaining. അതായത് റൂളിംഗ് മേക്കിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ വേർഡിൽ തന്നെയുണ്ട്. റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? റൂൾ എന്തായിരിക്കും? റൂൾ എന്ന് പറഞ്ഞാല് നിയമങ്ങള്, ഇല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, അല്ലെ? ഇപ്പൊ ഓർഗനൈസേഷനിലായാലും പല കാര്യങ്ങൾക്കും പല റൂൾസുകളായിരിക്കും, ഇല്ലേ? ബാങ്കിൽ ചെന്നിട്ടുണ്ടെങ്കിൽ പല പ്രൊസീജിയേഴ്സ് ആയിരിക്കും, അല്ലെ? ഇപ്പൊ ഇപ്പോ എന്താ പറയാ, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല പ്രോസസ്സുകളായിരിക്കും. പല പ്രോസസ്സിലൂടെയാണ്, അല്ലെ? നമുക്ക് ആദ്യം ചെന്ന് അതുപോലെ തന്നെ അത് എത്രയാണെന്നുള്ളത് നമ്മൾ അവരുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി, അല്ലെ? നമ്മളവിടെ എന്താ പറയാ, നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാം, ഫോം ഫില്ല് ചെയ്യണം, നമ്മളത് കൊടുക്കണം, അവരതിൽ എൻറ്റർ ചെയ്യണം, അല്ലെ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെ? അപ്പൊ പല പല പ്രോസസ്സിലൂടെയാണ് നമ്മൾ നടത്തുന്നത്. പല റൂൾസും ഉണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിനും അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അല്ലെ? അതുപോലെ തന്നെ എന്നോട് പറയുന്നത് ജോലി സംബന്ധമായിട്ടുള്ള റൂൾസുകള്, നിബന്ധനകള് ചർച്ചയിലൂടെ തീരുമാനിക്കും. ഇപ്പൊ ജോലിയിൽ ഇപ്പൊ എന്തൊക്കെ റൂൾസുകളാണ് കൊണ്ടുവരേണ്ടത്, ഇപ്പൊ എങ്ങനെയൊക്കെയാണ്, ഓരോ പ്രോസസ്സുകൾ കഴിഞ്ഞിട്ടാണ് ഓരോ നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്താണ് ഓരോ പ്രോസസ്സും ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യാം, വസ്തുക്കളൊക്കെ ഓർഗനൈസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മിഷനില് ആ പ്രൊഡക്റ്റുകള് വസ്തുക്കള് ഇട്ട് അത് ഒരു ഫൈനൽ അതിന്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നുണ്ട്, അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഓരോ പ്രോസസ്സിങ് രീതിയാണ്, ഒരു സ്ട്രക്ചർ ഉണ്ടാവും, അല്ലെ? ആ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇന്നത് കഴിഞ്ഞിട്ട് ഇന്നത്, അത് കഴിഞ്ഞിട്ട് ഇന്നത്, അങ്ങനെ പല പ്രോസസ്സുകളിലൂടെയാണ് ഒരു എന്താ പറയുന്നത് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത്, അല്ലെ? അതുപോലെ തന്നെയാണ് ഇപ്പൊ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള പല റൂൾസുകളും ഉണ്ടാവും. അതെങ്ങനെയാണ്? ഇങ്ങനെയുള്ള കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്, ചർച്ചകൾ നടത്തി നമ്മളത് നടപ്പിലാക്കുന്നത്. അപ്പോ ഓരോ ജോലി സംബന്ധമായിട്ടുള്ള റൂൾസുകളായാലും നിബന്ധനകളും ചർച്ചകളിലൂടെയാണ് തീരുമാനിക്കുന്നത്. പിന്നെ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ്. It is the tool and a procedure to protect the interest of the workers for discussion and negotiations between the parties. Those institutions or instruments is used widely in industrial organizations. അതായത് പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉണ്ടാവും, അല്ലേ?
ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ അവരുടെ താല്പര്യങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ അവരുടെ എന്താണ് അവരുടെ ആവശ്യങ്ങൾ, അവകാശങ്ങൾ ഇതൊക്കെ ഉണ്ടാവും അല്ലെ. അതൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയ എന്താണ് അതൊക്കെ ഇത്തരത്തിലുള്ള പ്രക്രിയയെ സഹായിക്കുന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ നമ്മൾ ചർച്ചയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് തൊഴിലാളികൾക്ക് അവരുടെ നീഡ്സ് വാൺസ് അനുസരിച്ച് അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട്, അതായത് നമ്മൾ പറഞ്ഞത് തൊഴിലാളികൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അവകാശങ്ങൾ ഉണ്ടാവും, അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ കളക്റ്റീവ് ബാർഗൈനിങ് സഹായിക്കുന്നതെന്നാണ് പറയുന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ് ഇന്റഗ്രൽ പാർട്ട്. ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആസ് ഇറ്റ് ഈസ് എ technique which make an effort to reconcile is the needs and the objectives of workers and the employers. എന്താണ് ഇന്റഗ്രൽ പാർട്ട് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് പറയുന്നത് അല്ലെ. ഓക്കെ. ഇപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ് വ്യവസായ മേഖലകളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും ആവശ്യങ്ങൾ തമ്മിൽ ഒത്തുചേരാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു അവരുടെ ആവശ്യങ്ങൾ ഉണ്ടാവും, അവരുടെ ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓർഗനൈസേഷൻ ആയാലും ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ എംപ്ലോയീസിനും ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലെ. എംപ്ലോയേഴ്സിന് ഉണ്ടാവും, എംപ്ലോയീസിന് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് എംപ്ലോയീസിനും നീഡ്സ് ഉണ്ടാവും, എംപ്ലോയീസിനും നീഡ്സ് ഉണ്ടാവും അല്ലെ. അവരുടെ ആവശ്യങ്ങള് അതുപോലെ തന്നെ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഈ കളക്റ്റീവ് ബാർഗെയിനിങ് സഹായകമാണ്. ഓക്കെ. അതാണ് ഇന്റഗ്രൽ പാർട്ടിൽ പറയുന്നത്. ഓക്കെ. 4 പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. വായിച്ചു നോക്കാം കേട്ടോ. 9, 10, 11, 12 വായിച്ചു നോക്കാം. വായിച്ചു കഴിഞ്ഞവര് ഒബ്ജക്റ്റീവ്സ് വായിച്ചു കേട്ടോ.
And so that is objectives നോക്കാം. Objective of a collective bargaining. Objectives of collective bargaining are as follows. First one, to give opportunity to workers to participate. In the absence of collective bargaining, the workers were unable to participate in the program and express their views in front of the management. It has provided the opportunity where they can give valuable suggestions about the work and contribute to work towards programs. The workers' suggestions may prove to be very useful for the organizations as they are well aware of the real picture of the working conditions. They also have good knowledge about their work and the real picture of the working conditions. They also have good knowledge about their work and the manner it is to be done. Workers' participations help organizations in taking right and informed decisions. എന്താണ് അതിൽ പറയുന്നത്? ഇവിടെ പാരഗ്രാഫിൽ പറയുന്നത് അല്ലെങ്കിൽ ആ പോയിന്റ് പറഞ്ഞു ടു ഗിവ് ഓപ്പർച്യൂണിറ്റി ടു വർക്കേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ്. പോയിന്റിൽ പറയുന്നത് എന്താണ്? തൊഴിലാളികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. നമുക്കായാലും എന്തുണ്ടാവും? നമ്മളുടെ ഓരോരുത്തരുടേതായിട്ടുള്ള അഭിപ്രായങ്ങള്, നിർദ്ദേശങ്ങള്, കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഒരു ഓർഗനൈസേഷൻ എന്തെങ്കിലും ഇപ്പൊ ഒരു പുതിയൊരു ടെക്നോളജി കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ പുതിയൊരു സർവീസ് കൊണ്ടുവരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കും, അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനോട് ചോദിക്കും, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം, ഇത് കൊണ്ടുവരുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം എന്നുള്ളത് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ് വർക്കേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോൾ വർക്കേഴ്സിനോട് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ, അവരെ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ ഒരു അംഗീകാരം കൊടുക്കുന്നതായിട്ട് നമുക്ക് തോന്നാൻ പറ്റും അല്ലെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുമ്പോ എന്താണ് അവര് ഒരു ഫാമിലി ആയിട്ടാണ് നമ്മുടെ മാനേജ്മെന്റ് നമ്മളെ കാണുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞെങ്കിൽ എംപ്ലോയീസിന്റെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, നമ്മൾ പറഞ്ഞത് തൊഴിലാളികൾക്ക് അവരുടെ അഭിപ്രായങ്ങളായാലും നിർദ്ദേശങ്ങളായാലും മാനേജ്മെന്റിനെ അറിയിക്കാനായിട്ട് അവസരം നൽകുന്നുണ്ട്. എന്താണെന്നുള്ള അഭിപ്രായം ഈ ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു ഇന്നോവേഷൻസ് നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അഭിപ്രായം, എന്താണ് അത്തരത്തിലുള്ള ഒരു ഓരോ കാര്യങ്ങളും എടുത്ത് പറയാനായിട്ട് അവരുടെ നിർദ്ദേശങ്ങളായാലും അഭിപ്രായങ്ങളായാലും പറയാനായിട്ടായാലും ഒരു സ്പേസ് അവിടെ എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട് അല്ലെ. ഇനി എന്താണ് ജോലിയെ കുറിച്ചുള്ള അവരുടെ അനുഭവങ്ങള്, നിർദ്ദേശങ്ങള് സ്ഥാപനത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ്ങിലെ ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് നമ്മൾ പറയുന്നത്, ടു ഗിവ് ഓപ്പർച്യൂണിറ്റി ടു വർക്കേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ്. എന്താണ് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. ഞങ്ങൾക്ക് ഇങ്ങനെയാണ്, ഈ ടെക്നോളജി പുതിയതായിട്ട് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു, ഇത്തിരി വർക്ക് ലോഡ് പോലെ. അപ്പൊ എന്താണ് അതെങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങള് വർക്കേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വർക്കേഴ്സ് വർക്ക് ചെയ്യുന്ന രീതി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് ഈ ടെക്നോളജിയിൽ മാറ്റം വരുത്തണോ ഇല്ലയോ അല്ലെ. പല കാര്യങ്ങളും നമുക്കപ്പോ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് പല നിർദ്ദേശങ്ങൾ കിട്ടും. ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ അതിനുള്ള ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് തരാറുണ്ട് അവര് ഇല്ലേ. അതൊക്കെയാണ് അവിടെ പറയുന്നത്. ജോലിയെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ നിർദ്ദേശങ്ങള്, അതൊക്കെ സ്ഥാപനത്തിൽ നല്ലൊരു തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, നല്ലൊരു ഡിസിഷൻ എടുക്കാനായിട്ട് കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ സാധ്യമാണ്. അതാണ് ടു ഗിവ് ഓപ്പർച്യൂണിറ്റി ടു വർക്കേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് ആണ് to improve management-worker relationship. Management-worker relationship is strengthened by collective bargaining. Barriers of communication can be
illuminated by face-to-face interactions between management and workers. അതായത് എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ് മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിലുള്ള ഒരു ബന്ധം അല്ലെ ബന്ധം ശക്തമാകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം ചർച്ചയിലൂടെ മാനേജ്മെന്റ് ആയാലും മാനേജ്മെന്റിന്റെ അഭിപ്രായങ്ങൾ വർക്കേഴ്സിനോട് പറയാൻ പറ്റും. അതുപോലെ തന്നെ വർക്കേഴ്സിന്റെ അഭിപ്രായങ്ങൾ എന്താണ് അത് ചോദിക്കാറുണ്ട്, നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ പറയാനായിട്ടൊക്കെ. അപ്പൊ എന്താണ് മാനേജ്മെന്റും അവിടെയുള്ള വർക്കേഴ്സും തമ്മിലൊരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഈ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് ഇപ്പൊ ആശയവിനിമയങ്ങളൊക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ മാനേജ്മെന്റ് വർക്കേഴ്സും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ചിലർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഓർഗനൈസേഷനിൽ ജോലിക്കേണ്ടി പോകുമ്പോൾ മാനേജ്മെന്റിനോടൊക്കെ എന്തെങ്കിലും പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു കമ്പനി ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണെങ്കിൽ നമുക്ക് എന്തും പറയാനായിട്ടുള്ള ഒരു അവസരങ്ങൾ തരുന്ന മാനേജ്മെന്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യില്ല അല്ലെ. അപ്പൊ ഒരു വർക്കർ മാനേജ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. തടസ്സങ്ങൾ കുറയ്ക്കാനായിട്ട് മാനേജ്മെന്റ് വർക്കേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ആ തടസ്സങ്ങൾ കുറയ്ക്കാനായിട്ട് കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ സാധ്യമാണ്. അതുപോലെ തന്നെ എന്താണ് പരസ്പരം ഒരാളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയും അല്ലെ. ബാർഗെയിനിങ്ങിലൂടെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ വർക്കേഴ്സിന്റെ അഭിപ്രായങ്ങൾ എന്താണ്, അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ അവരെന്താണ് അഭിപ്രായങ്ങൾ, അവരുടെ നിലപാട് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ സാധ്യമാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോ എന്തെങ്കിലും സംശയങ്ങളോ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ഈ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ സഹകരിച്ചു പോകാനായിട്ടുള്ള ഒരു സഹകരണം നല്ല രീതിയിൽ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അല്ലെ. സഹകരിച്ച് ഇപ്പോ വർക്കേഴ്സും മാനേജ്മെന്റും തമ്മിൽ സഹകരിച്ച് ഏത് ജോലി വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിലും മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിലൊരു നല്ലൊരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ സാധ്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ. സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അയച്ചുകെ 2 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ചെയ്യോ?
നെക്സ്റ്റ് നോക്കാം. Third one നോക്കാം. To resolve industrial disputes. This process involves the joint effort of both workers and management to solve the difference. Hence, it can be an effective method to resolve industrial disputes. Both parties get to know each other clearly because of collective bargaining. Each and every problems is discussed in detail and solutions are reached accordingly. എന്താണ് resolve industrial disputes? Disputes എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? Disputes നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു വേർഡാണല്ലേ disputes എന്ന് പറഞ്ഞാല് തർക്കങ്ങള് അല്ലെ? തർക്കങ്ങളാണ്. അപ്പൊ തൊഴിലാളികളും മാനേജ്മെന്റും ചേർന്ന് പ്രശ്നങ്ങള് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നുണ്ട് അല്ലെ? കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ എന്തെങ്കിലും ഇപ്പൊ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാരണം നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എല്ലാവരും തമ്മിൽ പല രീതിയിലും പല പ്രശ്നങ്ങളും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ഈ തർക്കങ്ങളില് വലിയ രീതിയിൽ വലിയ തർക്കങ്ങളൊക്കെ ആയിട്ട് മാറാറുണ്ട് ചില കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുമ്പോ എന്താണ് പ്രശ്നം എന്നുള്ളത് മാനേജ്മെന്റ് എംപ്ലോയീസിനോട് ചോദിക്കും. എംപ്ലോയീസ് അതിനുള്ള ഉത്തരങ്ങൾ മാനേജ്മെന്റിനെ കൊടുക്കും. മാനേജ്മെന്റ് ഒരു തീരുമാനങ്ങൾ എടുക്കാറുണ്ട് ഇല്ലേ? പലയിടത്തും നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ? ഇങ്ങനെയുള്ള കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ എന്താണ് പ്രശ്നം എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് മാനേജ്മെന്റിനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും വിശദമായിട്ട് ചർച്ച ചെയ്ത് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു പരിഹാരം കണ്ടെത്തുന്നു അല്ലെ? ഇപ്പൊ ഒരാൾക്ക് മാത്രം ഫേവർ ചെയ്തിട്ട് നമ്മൾ പരിഹാരം കണ്ടെത്തില്ല. എല്ലാവർക്കും ഒരുപോലെ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഓരോരുത്തരെയും നമ്മൾ എന്താ പറയാ ഫേവറേറ്റിസം ചെയ്യാണ്ട് നമ്മൾ എന്താണ് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ കാണാണ്ട് ഈക്വൽ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് ഈ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ മാനേജ്മെന്റിനെ സഹായിക്കുന്നുണ്ട്. എല്ലാവർക്കും അംഗീകരിക്കുന്ന രീതിയിലുള്ള എല്ലാവർക്കും ഒരുപോലെ പെരുമാറുന്നതിനുള്ള ഒരു അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് മാനേജ്മെന്റിനെ സഹായിക്കുന്നുണ്ട്. ഇതിലൂടെ എന്താണ് വ്യവസായ തർക്കങ്ങൾ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? മാനേജ്മെന്റ് ഒരു തീരുമാനം പറഞ്ഞാൽ എല്ലാവരും അത് അംഗീകരിക്കാനായിട്ട് തയ്യാറാവണം അല്ലെ? അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് മാനേജ്മെന്റിനെ സഹായിക്കുന്നത് കളക്റ്റീവ് ബാർഗെയിനിങ്ങിലാണ്. അപ്പൊ ആ ചർച്ചയിലൂടെ നമുക്ക് പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് to give benefit to employees. And important objective of a collective bargaining is to discuss various benefits with which employees are concerned. Some of these benefits are paid time off for vacation and illness, retirement funds, basic health care and expanded health care and expanded health care with perk. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലാണ് നമ്മൾ പഠിച്ചത് ഇത്തരത്തിലുള്ള ബെനഫിറ്റുകളുടെ കാര്യം. ഏത് ചാപ്റ്ററിലാണ് നമ്മൾ പഠിച്ചത് നോക്കുന്നുണ്ടോ? ഇതിലെ പഠിച്ചിരിക്കുന്ന ബെനഫിറ്റ്സിന്റെ കാര്യം ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പേരൊക്കെ ചാപ്റ്ററിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? പെർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ഏതാണ്? ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. പറ്റുന്നില്ല നിങ്ങള്? ഓർമ്മയുണ്ട്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? വായിച്ചിട്ടുണ്ടാ? പത്തരത്തിലുള്ള ബെനഫിറ്റുകൾ അല്ലെ? എന്താണ്? ഇപ്പൊ റിട്ടയർമെന്റ് ഫണ്ട്, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ആൻഡ് എക്സ്പാൻഡഡ് ഹെൽത്ത് കെയർ വിത്ത് പെർക്ക്, അങ്ങനെയുള്ള കുറേ ബെനഫിറ്റുകൾ ഉണ്ടാവില്ലേ? അപ്പൊ അത്തരത്തിലുള്ള ബെനഫിറ്റുകളും എന്താണ് ആനുകൂല്യങ്ങളും ഈ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ ലഭിക്കുന്നുണ്ട്. എന്താണ് നമുക്കറിയാം, എംപ്ലോയീസിന്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ എംപ്ലോയീസിന് വേണ്ട കാര്യങ്ങളാണ് അവിടുത്തെ യൂണിയനിലെ പ്രതിനിധികൾ പോയിട്ട് മാനേജ്മെന്റ് പ്രതിനിധികളോട് സംസാരിക്കുന്നത് അല്ലെ? അപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള ബെനഫിറ്റുകൾ അവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ബെനഫിറ്റ് കിട്ടണം എന്ന് നമ്മൾ പല രീതിയിൽ നമ്മൾ ചർച്ചകൾ നടത്താറുണ്ട് അല്ലെ?
ബോണസ് ആയാലും അതുപോലെ തന്നെ റിട്ടയർമെന്റ് ഫണ്ട് ആയാലും അങ്ങനെ പല രീതിയിലുള്ള ബെനിഫിറ്റുകൾ നമ്മൾ എംപ്ലോയീസിന് കൊടുക്കാറുണ്ട് ഓർഗനൈസേഷനിൽ നിന്ന്. അതൊക്കെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ നേടിയെടുക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. ചില മാനേജ്മെന്റിന് തരാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെയുള്ള ബെനിഫിറ്റുകൾ എംപ്ലോയീസിന് കൊടുക്കാനായിട്ട്. അവരുടെ നഷ്ടം കാര്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് കൊടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്താണ് ഇത്തരത്തിലുള്ള കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ ചർച്ച വെച്ച് അത് നേടിയെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതും എന്താണ് ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടാണ് പറയുന്നത്. ടു ഗിവ് ബെനിഫിറ്റ് ടു എംപ്ലോയീസ്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. 3ഉം 4ഉം പോയിന്റ് വായിച്ചു നോക്കാം. വായിച്ചോ? നമ്മള് നേരം പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു അല്ലെ. 4 പോയിന്റ് ഉണ്ടായിരുന്നു അല്ലെ. ഏതൊക്കെയായിരുന്നു ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞത്? ടു ഗിവ് ഓപ്പർച്യൂണിറ്റി ടു വർക്കേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ്. രണ്ടാമത് പറഞ്ഞത് ഏതായിരുന്നു? ടു ഇംപ്രൂവ് മാനേജ്മെന്റ് ഓഫ് വർക്കർ റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് പറഞ്ഞത് ടു റീസോൾവ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്. നെക്സ്റ്റ് പറഞ്ഞത് ടു ഗിവ് ബെനിഫിറ്റ്സ് ടു എംപ്ലോയീസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? നെക്സ്റ്റ് നോക്കാം. ഇനി നമ്മള് അപ്പൊ ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ്, കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മള് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, നമ്മൾ ഓരോന്നും ഓരോ ചാനലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ടോപ്പിക്കിനും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. കുറേ അധികം പോയിന്റുകള് അതുപോലെ തന്നെ ഡെഫിനേഷൻ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണാപ്പാടം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം അല്ലെ. കാണാപ്പാടം അല്ലെങ്കിലും അറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കുറെ പോയിന്റുകൾ ഉണ്ടാവും ഇല്ലേ. അതൊക്കെ നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സിലും കുറെ അധികം നമുക്ക് പഠിക്കാനുണ്ട് ഓരോ കാര്യങ്ങൾ. ടോപ്പിക് എടുത്ത് ഇൻഷുറൻസ് പറഞ്ഞതുപോലെ തന്നെ എന്താ ഇൻട്രൊഡക്ഷൻ, അതിന്റെ മീനിങ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡെഫിനേഷൻ നമ്മൾ നോക്കി, അതിനുശേഷം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, അതുപോലെ ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും അതിനെ കുറിച്ച്. അതുപോലെ തന്നെയാണ് ഇവിടെ എന്താണ് കളക്റ്റീവ് ബാർഗനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞു. ഇനി അതിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പൊ ഓർഗനൈസേഷനിൽ കളക്റ്റീവ് ബാർഗനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് ബാർഗനിങ് ഈസ് as follows. ഫസ്റ്റ് വൺ, സൊസൈറ്റിക്ക് എന്താണ് കളക്റ്റീവ് ബാർഗനിങ് കൊണ്ട് ഗുണം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്? സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? കളക്റ്റീവ് ബാർഗനിങ് ഈസ് important to society. In
following ways. അങ്ങനെ കുറേ പോയിന്റ്സ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓരോന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വൺ, collective bargaining help in dividing the benefits derived from industry equally among all the stakeholders, which include the employees, the unions, the management, the customers, the suppliers, and the public. എന്താണ് അവിടെ പറയുന്നത്? വ്യവസായത്തിന് ലഭിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ? നമുക്ക് ഓർഗനൈസേഷനിൽ നിന്നും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്നും ലഭിക്കുന്ന നേട്ടങ്ങൾ. ഓക്കെ, ആ നേട്ടങ്ങള് തൊഴിലാളികൾ ഉണ്ടാവും ഇവിടെ, അതുപോലെ തന്നെ തൊഴിലുടമകൾ ഉണ്ടാവും അല്ലെ, കസ്റ്റമേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എംപ്ലോയേഴ്സ്, യൂണിയൻസ്, മാനേജ്മെന്റ്, അതുപോലെ പൊതുജനങ്ങള്, പബ്ലിക് എന്നിവർക്കിടയിൽ നീതിപൂർവം പങ്കിടാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ എന്താണ്, ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ലഭിക്കുന്ന ബെനഫിറ്റുകൾ അല്ലെങ്കിൽ നേട്ടങ്ങള് എല്ലാവർക്കും നമ്മൾ ഈക്വൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? പങ്കിടാനായിട്ട് ശ്രമിക്കണം. ഇതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. പിന്നെ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ ഓഫ് ഇൻഡസ്ട്രിയൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് നീഡഡ് on civil rights followed within the industry. It also makes sure random decisions are avoided and rules are followed. എന്താണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്? തൊഴിൽ നിയമങ്ങളും തൊഴിൽ ചെയ്യുന്നതിനെ പറ്റിയുള്ള നിയമങ്ങൾ, റൂൾസുകൾ ഉണ്ടാവും, അതുപോലെ ചട്ടങ്ങൾ ഉണ്ടാവും അല്ലെ, റെഗുലേഷൻസ് ഉണ്ടാവും. അത് ശരിയായ രീതിയിൽ പാലിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് കളക്റ്റീവ് ബാർഗെയിനിങ്. അതുപോലെ തന്നെ അനാവശ്യമായതും അതുപോലെ തന്നെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനം ഒഴിവാക്കും. പഠിച്ചു അല്ലെ, എന്താണ്? രണ്ടുപേരും ചേർന്ന് ജനങ്ങൾക്ക് ഒരു ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, എന്തിനെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ മാനേജ്മെന്റും അതുപോലെ തന്നെ യൂണിയൻ നേതാക്കളും ചേർന്ന് നിന്നുകൊണ്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചർച്ചകൾ നടത്തി മാനേജ്മെന്റിനും അതുപോലെ തന്നെ എംപ്ലോയീസ് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത് അല്ലെ. ഇല്ലേ? ഓക്കെ. ഇനി എന്താണ് നെക്സ്റ്റ് വരുന്നത്? helps in establishing industrial peace in the country. അതുപോലെ തന്നെ രാജ്യത്ത് ഒരു ഇൻഡസ്ട്രിയൽ പീസ്, വ്യവസായ സമാധാനം നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. It leads to an amicable industrial environment which removes the problems in the path of the nation's economic and social environment. Development. എന്താണ് അവിടെ പറയുന്നത്? തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിൽ നല്ലൊരു ബന്ധം വളർത്തിയെടുത്തുകൊണ്ട് രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള വികസനത്തിന് സഹായിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിൽ, അപ്പൊ തൊഴിലാളികളുടേതായിട്ടുള്ള കാര്യങ്ങള് നമ്മൾ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കും. അതുപോലെ തന്നെ ഇപ്പൊ തൊഴിലാളികൾക്ക് മാനേജ്മെന്റിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് മാനേജ്മെന്റിന്റെ കൂടെ നിന്നുകൊണ്ട് തുടരാനായിട്ട് അവര് നോക്കുന്നുണ്ട് അല്ലെ. രണ്ടുപേർക്കും എന്താണ് ഒരു ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം രണ്ടുപേരും പോവാനായിട്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നല്ലൊരു ബന്ധം വളർത്തിയെടുക്കാനായിട്ടായാലും രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വികസനത്തിന് വഴിയൊരുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്? It also gives the procedure to regulate the employment conditions of employees. അതായത് ജീവനക്കാരുടെ ജോലി സംബന്ധമായിട്ടുള്ള നിബന്ധനകള് ക്രമീകരിക്കാനായിട്ട് നല്ലൊരു സംവിധാനമായിട്ട് നൽകുന്നുണ്ട് അല്ലെ. ഒരു നല്ല ഒരു സംവിധാനം നൽകുന്നു. അപ്പൊ ജീവനക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള പല നിബന്ധനകളൊക്കെ ഉണ്ടാവും. അത് നല്ല രീതിയിൽ ക്രമീകരിച്ചു പോകാനായിട്ട് കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ സാധ്യമാണ്. മെഡിക്കൽ കണ്ടീഷൻസ്, അവിടെ എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ എന്താണ് റെഗുലേറ്റ് ചെയ്ത് പോകാനായിട്ട്, നിയന്ത്രിച്ച് പോകാനായിട്ട് ഇത് ഹെൽപ്പ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻസ്, കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. അയച്ചു നോക്കാം കേട്ടോ.
ക്ലിയർ ആണോ? ഇത്രയും വരെ നമുക്ക് ഇവിടെ നിർത്താം, ബാക്കി നെക്സ്റ്റ് ക്ലാസ് എടുക്കാം കേട്ടോ, നാളെ എടുക്കാം. ആണോ? ഒരു ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.